നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70 നമ്പർ ബൂത്തിൽ ഒരു വോട്ട് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി ചെയ്തെന്ന പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തു. പോളിംഗ് ഓഫീസർ ജോസ്ന ജോസഫ്, BLO കെ ഗീത എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. നിയമസഭാ മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു. കോൺഗ്രസ് അനുഭാവിയായ BLO ക്രമക്കേടിന് കൂട്ടുനിന്നുവെന്നാണ് പരാതി. 70 നമ്പർ ബൂത്തിൽ 1420 നമ്പർ വോട്ടറായ 86 വയസ്സുള്ള VK കൃഷ്ണന്റെ ഭാര്യ K കമലാക്ഷിയുടെ വോട്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ബോധപൂർവം BLO നേതൃത്വം നൽകിയെന്നാണ് പരാതി. ഈ മാസം 15-ന് K കമലാക്ഷിയുടെ വോട്ട് ചെയ്യിക്കാനെന്ന വ്യാജേന ഇതേ ബൂത്തിലെ 1148 നമ്പർ വോട്ടറായ കൃഷ്ണകൃപയിലെ ഗോവിന്ദൻ നായരുടെ ഭാര്യ V കമലാക്ഷിയുടെ വീട്ടിലേക്കാണ് BLO ഗീത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കൂട്ടിക്കൊണ്ടുപോയത്. യഥാർത്ഥ വോട്ടറായ K കമലാക്ഷിയുടെ വോട്ട് V കമലാക്ഷിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിന് അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ്, ജില്ലാ ലോ ഓഫീസർ A രാജ്, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഡെപ്യൂട്ടി കളക്ടർ R ശ്രീലത എന്നിവരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ചെയ്ത വോട്ടിന്റെ സാധുത സംബന്ധിച്ചും തുടർ നടപടികളെക്കുറിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. ജനപ്രാതിനിധ്യ നിയമം 1951-ലെ 134-ാം ഇന്ത്യൻ ശിക്ഷാ നിയമം 1701 F വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്കാണ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന കല്യാശ്ശേരി പഞ്ചായത്തിലെ 164-ാം ബൂത്തായ പാറക്കടവിലെ എടക്കാട് ഹൌസിൽ ദേവി 92-ന്റെ വോട്ട് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഗണേശൻ രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. NDA കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ ഏജന്റായ അഡ്വക്കേറ്റ് M മനോജ് കുമാർ വരണാധികാരിയായ കളക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടക്കം 6 പേർക്കെതിരെ കേസെടുത്തിരുന്നു. പിന്നാലെയാണ് പുതിയ ക്രമക്കേട് പുറത്തു വന്നിരുന്നത്. ഇടത് വലത് മുന്നണികൾ തങ്ങളുടെ അനുകൂല സംഘടനകളെ ജീവനക്കാരെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടത്തുന്നുണ്ടെന്ന് BJP നേതൃത്വം ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സംഭവങ്ങൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.